ലിഗമെന്റ് റീകൺസ്ട്രക്ഷൻ സർജറി കഴിഞ്ഞതിന് ശേഷമുള്ള റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ അത്ര എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ എക്സസൈസസ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ ബോർ അടിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയ പണിയല്ല. ഏതൊരു കാര്യവും ലോങ് ടേമിലേക്ക് ബെനിഫിറ്റ് കിട്ടാനായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് സർജറിക്ക് ശേഷം നിങ്ങൾക്ക് റിക്കവറി ലോങ് ടേമിലേക്ക് വേണമെങ്കിൽ കുറച്ച് ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാവണം. അല്ലാതെ എക്സസൈസ് ചെയ്യാനായിട്ട് എനിക്ക് സമയമില്ല സാർ, എന്റെ സ്വന്തം ഹെൽത്തിലേക്ക് നോക്കാനായിട്ട് എനിക്ക് സമയമില്ല സാർ, ഇങ്ങനെ പറഞ്ഞിട്ട് തിരക്ക് പിടിച്ചുള്ള ജോലികളിലേക്ക് നിങ്ങൾ എല്ലാ ദിവസവും പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ സ്വന്തം ഹെൽത്താണ് നിങ്ങൾ അവിടെ അടിയറവ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളുടെ ഹെൽത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനും നിങ്ങൾ തീരുമാനം എടുക്കുന്ന ആ ഒരു നിമിഷം തൊട്ടേ നിങ്ങളുടെ ഹെൽത്ത് റിക്കവർ ആവുള്ളൂ. അതിന് സർജറി കഴിഞ്ഞ സ്റ്റേജ് ആയാലും അല്ലെങ്കിൽ സർജറിക്ക് മുമ്പുള്ള സ്റ്റേജ് ആയാലും അതൊന്നുമല്ലെങ്കിൽ സാധാരണ ഇഞ്ചുറി ഉള്ള സ്റ്റേജ് ആയാലും പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് ഡിസിഷൻ എടുക്കേണ്ട നിങ്ങളാണ്. വെറുതെ ഞങ്ങളുടെ എക്സസൈസ് ടീമിലേക്ക് ജോയിൻ ചെയ്തതിന് ശേഷം കുറച്ച് നാളത്തേക്ക് എക്സസൈസ് ചെയ്യാമെന്നും അതിനുശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നും വിചാരിച്ചാൽ തെറ്റി. കറക്റ്റായിട്ട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ റിക്കവറി നിങ്ങൾക്ക് ലഭിക്കും. പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നവർക്ക് മാത്രം.